നമസ്കാരം. നമ്മുടെ നാട്ടിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാകാരന്മാരെയും വ്യക്തിത്വങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന അഞ്ചാലുമൂട് മീഡിയയുടെ ഓപ്പൺ മൈക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു കലാകാരനെയാണ്. അഞ്ചാലുമൂട് പ്രദേശത്തെ കരകൗശല വിദ്യയിൽ തനതായി നിൽക്കുന്ന ഒരു ഐറ്റമാണ് കച്ചിപ്പട നിർമ്മാണം. കച്ചിപ്പട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കരകൗശല വിദ്യയിൽ കച്ചിപ്പട മേഖലയിൽ ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ ഒരു കലാകാരനാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ആദ്യമായി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കാണാം. നമ്മുടെ നാടിൻ്റെ പ്രശസ്തി ലോകത്തോട് വിളിച്ചോതുന്ന കരകൗശല വിദ്യയിലെ ഒരു സുപ്രധാന ഇനമായ കച്ചിപ്പട നിർമ്മാണത്തിൽ ദേശീയ തലത്തിൽ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൻ്റെ 2024 കരകൗശല വിദഗ്ധ പുരസ്കാരം നേടിയിരിക്കുന്നത് കൊല്ലം കടവൂർ നീരാവിൽ സ്വദേശി ശ്രീ സുലൈമാൻ കുട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ നീണ്ട പതിറ്റാണ്ടുകളിലെ കലാജീവിതത്തെ നമുക്കൊന്നടുത്തറിയാം. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ അവാർഡിന്റെ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ഞാനിപ്പോ ഒരു SLC വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മുടെ മേഖലയിൽ വിക്ടർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ കലാരൂപം ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അന്ന് ഒരു 10-200ഓളം തൊഴിലാളികൾ, 200 ഒരു 1,500ഓളം തൊഴിലാളികൾ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിരവധി യൂണിറ്റുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പഠിച്ച ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ അരിക്കാണ് ഞാൻ പോയത് പഠിക്കുന്നത്. SSLCക്ക് കണ്ട് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ഇതിനകത്ത് ആകർഷണമായിട്ടാണ് നല്ലൊരു ഉപജീവന മാർഗം ആവും എന്ന് വേണ്ട. അപ്പൊ അന്ന് ഈ കൂലിപ്പണി ചെയ്യുന്നതിനേക്കാൾ നല്ല എമൗണ്ട് ഇതിന് കിട്ടുമായിരുന്നു. അങ്ങനെ അത് പോയി പഠിച്ചൊരു ഞാൻ സ്വന്തമായിട്ട് ഇതിൻ്റെ യൂണിറ്റ് തുടങ്ങി 10-25ഓളം സ്ത്രീ തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത് അതിനുശേഷം ഇപ്പം മറ്റേ തൊഴിലുറപ്പ് മറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് മേഖല കുറച്ച് ഡിമ്മായി. അങ്ങനെയാണ് അപ്പം അവാർഡിന് നമ്മൾ ശ്രമിക്കത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പം നമ്മുടെ DCH ഒരു ഓഫീസുണ്ട് തിരുവനന്തപുരത്ത്. അവരും നമ്മളെ നേരത്തെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളവരും എല്ലാവരും നിർബന്ധിച്ച അടിസ്ഥാനം ഞാൻ അവാർഡിന് വേണ്ടി ചിത്രം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു സുരഭി എന്നൊരു അവാർഡ് ഒരു 10-15 വർഷത്തിന് മുമ്പ് അത് കിട്ടിയായിരുന്നു. അതിന് ശേഷം പിന്നെ ടൂറിസത്തിനൊരു അവാർഡിന് വെച്ചായിരുന്നു. ഇപ്പൊ ടൂറിസത്തിൻ്റെയും ഒരു അവാർഡ് കിട്ടിയായിരുന്നു. അതിന് ശേഷമാണ് സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി വയ്ക്കുന്നത്. അപ്പൊ ഈ അവാർഡിന് വേണ്ടി വയ്ക്കാൻ ഒരു ചിത്രം നിർമ്മിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അതിനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ തൊഴിലാളികൾക്ക് ജോലിയെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് സ്കെച്ച് വരയ്ക്കാനും അവരെ ചെയ്തുകൊണ്ടിരുന്ന മിനുക്കാനും ഒക്കെയുള്ള സമയം പോകുന്നതുകൊണ്ട് അവാർഡിന് വേണ്ടി ഒരു ചിത്രം നിർമ്മിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ DCH നമ്മളെ വർക്ക് കണ്ടുകൊണ്ട് DCH നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഓഫീസുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടുത്തെ ഇപ്പം ഇരിക്കുന്ന ലെനിൻ സാർ എന്നൊരു വ്യക്തി, പുള്ളി എന്നോട് നിരന്തരം നിർബന്ധിച്ച് ഇങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്ത് സ്റ്റേറ്റ് അവാർഡിന് വയ്ക്കുന്നത്. കഴിഞ്ഞ അങ്ങേ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് എനിക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ പിന്നെ അദ്ദേഹം തന്നെ വീണ്ടും എന്നോട് പറഞ്ഞ് നാഷണൽ അവാർഡിന് പോയി സുലൈമാൻ കുട്ടി കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ സ്കെച്ച് തിരക്കി നടക്കുന്ന സമയത്താണ് പല അവാർഡ് പേരൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നെറ്റിനകത്ത് സെർച്ച് ചെയ്തപ്പം അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളും അതിനകത്തുണ്ട്. നിർമ്മാണ രീതി, അതിനകത്ത് ഉപയോഗിക്കുന്ന ചിത്രകലയും. അപ്പൊ അങ്ങനെ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ച് ഈ ഒരു ചിത്രം വർക്ക് ചെയ്ത്, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാര്യം അതിന്റെ ചിത്രത്തിന്റെ രൂപമൊക്കെ വരും. അങ്ങനെയാണ് ആ അവാർഡിന് വേണ്ടി ആ ചിത്രം തിരഞ്ഞെടുത്ത് ഞാൻ നിർമ്മാണം തുടങ്ങുന്നത്. അത് നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിലും ഞങ്ങളെ ഓഫീസിൽ നിന്ന് സാറുമാരെ വിളിച്ച് അന്വേഷിക്കും. സമയമായി വരുന്നുണ്ട്, പെട്ടെന്നാണ്. അങ്ങനെയാണ് ഈ അവാർഡിന് വേണ്ടി ഞാൻ വയ്ക്കുന്നത്. എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്? ഞാനിപ്പോ ഒരു 45 വർഷത്തോളം കൂടുതലാവുന്നുണ്ട്. അത്രയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പെരുന്നാട് ഏരിയയിലാണ് ഈ കച്ചിപ്പട പെരുന്നാട് ഏരിയയിലാണ് ആരംഭിക്കുന്നത്. അതെ അതെ. അതിന് പ്രചോദനമായിട്ട് നിന്നതും ശ്രീ വിക്ടർ. അതെ 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 അതെ. ഇത് പാരമ്പര്യമായിട്ട് വന്നൊരു കലാരൂപമൊന്നും അല്ല. വിക്ടർ അച്ചാൻ ആ മനുഷ്യൻ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഒരു ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കലയെന്ന് പറയുന്നത് ഇതാണ് കേരളത്തില്, ഈ കച്ചിപ്പടത്തിന്. അപ്പൊ എത്രയോ പേര് ഇപ്പൊ അതുകൊണ്ട് ജീവിക്കുന്നത്. മാത്രമല്ല ഒരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8,000 മാസം തോറും പെൻഷൻ കിട്ടുന്നുണ്ട്. അതൊരു വലിയ ഒരു കാര്യമാണ്. അപ്പൊ ആ മനുഷ്യനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അവാർഡ് അദ്ദേഹത്തിനാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ഇപ്പൊ ഈ നിർമ്മാണ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം പണ്ട് കാലങ്ങളിൽ, ഞാൻ എന്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ കൂടുതലും ഈ കായലോര പ്രദേശങ്ങളുടെയൊക്കെ ചിത്രങ്ങളായിരുന്നു വള്ളവും
അതെ തെങ്ങും അതെ അതെ അല്ലേ? അതെ അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു ഒരുപാട് പിക്ചേഴ്സ്. ഇപ്പൊ നമ്മുടെ ഈ തൊട്ട് പുറകിലിരിക്കുന്ന ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ കൊല്ലത്തിന്റെ എല്ലാവിധ അതെ അല്ലെ അതെ അതെ ഐക്കോൺസ് അതെ എല്ലാം കൂടെ അതെ ചേർത്തിട്ടാണ് അതെ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അതെ അതെ അപ്പൊ ഒരു കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം നമുക്ക് വ്യത്യാസം അതിനകത്ത് അനുഭവം. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഇപ്പൊ ഈ ഇത് പഴയ പ്രവർത്തനം? കാലഘട്ടത്തില് അന്ന് ഈ വിക്ടോച്ചാന്റെ കഥ പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് ആർട്ടിസ്റ്റുകൾ രൂപപ്പെടുത്തിയതാണ് ഇന്ന് കാണുന്ന ഈ വള്ളത്തിന്റെ ആ ഷേപ്പും ഉം, ചുണ്ടൻവള്ളത്തിന്റെ ഷേപ്പ്, വീട്ടിന്റെ ഷേപ്പ് എല്ലാം. ഉം, അതിൽ നിന്ന് വലുതായിട്ടൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല. ഉം, നമ്മള് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു റിസർച്ചും കൂടെ, ഉം, ഉം, പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി. അങ്ങനെയാണ് ഇതിപ്പോ ഈ ചിത്രം തന്നെ നമ്മൾ നെറ്റിനകത്ത് നിന്ന് തന്നെ പല ചിത്രങ്ങളും എടുത്ത് സെറ്റ് ആക്കിയിട്ട് ഉം. നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട്, ജ്യോതിലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്, ആ, പുള്ളിക്ക് അത് സെറ്റ് ആക്കിയിട്ട് എവിടെയൊക്കെ വെക്കണമെന്ന് ചോദിച്ചു. ആ, അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കൂടെ അയാൾ അത് ഇത് ശരി. ചെയ്തെടുത്തത്. ആ, ആ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിപ്പിച്ചെടുത്തത്. ഞാൻ ഏകദേശം എല്ലാ പടങ്ങളും ഉണ്ട് അല്ലേ? നമ്മുടെ ഏകദേശം കൊല്ലത്തിന്റെ എല്ലാം ഉണ്ട്. ക്ലോക്ക് ടവർ ഉണ്ട്, അതെ 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 ജഡായു അതെ പാറയുടെ അതെ അതെ അതെ. ഇതുണ്ട്, നമ്മുടെ തേവള്ളി കുതിരയുണ്ട്, കുതിരയുണ്ട്, പുനലൂർ പിന്നെ തൂക്കുപാലം, കൊല്ലത്തിന്റെ കാഷ്നട്ട് ഉണ്ട്. ഏഷ്യനെട്ട്. പിന്നെ ഇത് ടൂറിസ്റ്റ് ഇതായിട്ട് വരുന്ന അതെ അതെ. സ്ഥലമാണ്. പിന്നെ നമ്മൾ ചീനക്കൊട്ടാരോ ആ, റെയിൽവേയുടെ റെയിൽവേയുടെ ആ ആ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. നിർത്തിയിരിക്കുകയാണ്. പിന്നെ പിന്നെ തങ്കശ്ശേരി. ഹൗസ് ബോട്ട് ഉണ്ട്. ആ, പിന്നെ നമ്മളെ ഹോസ്പോട്ട്. കേരളത്തിന്റെ കഥകളി എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയാണ്. ആ, അതെ കേരളത്തിലാണ്, കൊല്ലം അതെ. ജില്ലയിലാണ് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കരയാണ്. തുടങ്ങിയത്. അതെ അതെ അതെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ, ഇത് നമ്മള് ഒരു കണ്ടൽക്കാടിന്റെ ആ, ഒരു ചെറിയ രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ആ. നമ്മളെ തേവള്ളിയിൽ എടുപ്പ് കുതിര എടുപ്പ് ഉത്സവം കുതിര. കഴിഞ്ഞതേ ഉള്ളൂ. അതെ അതെ. അതെ അതെ. അപ്പൊ ഈ പ്രാധാന്യം എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി നമ്മളെ കണ്ണറ പാലമുണ്ട്, കണ്ണറപ്പാലം. ട്രെയിൻ ഓടി വരുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ ഒറ്റ ക്യാൻവാസിൽ ആ, നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് എടുത്തു. ആവശ്യക്കാരുണ്ട്. ഇത് സത്യത്തിൽ ഇത്രയും ചെയ്തെടുത്തപ്പോഴത്തേക്ക് എത്ര സമയം വേണ്ടി ഇതൊരു വന്നു? 2-3 മാസം എടുക്കുന്നു പറഞ്ഞു. 3 മാസം കൊണ്ട് 3 മാസം അല്ലേ? വർക്കുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നോക്കിയാല് ഫുള്ള് കച്ചിയുടെ ഇത് ഇത് തന്നെയല്ലേ? കംപ്ലീറ്റ് കച്ചിയാ, കച്ചിയാണ്. നാച്ചുറൽ അപ്പൊ കച്ചിയാ. ഈ കളർ വ്യത്യാസത്തിൽ ചെയ്തിരിക്കുന്നത് അതിനെ എങ്ങനെയാണ്? അല്ല, ഈ കളർ വ്യത്യാസം ഇതെല്ലാം നമ്മൾ കച്ചിക്കകത്ത് കിട്ടുന്നതാണ്. ആ, ഇത് ഒരുപാട് പഴക്കം വരുന്നതാണ്. പഴക്കം ചെല്ലുമ്പോ പഴക്കം വരുമ്പോൾ കളറിനകത്ത് വ്യത്യാസം പഴക്കം വരും. വരുന്നതിനായിട്ട് അതിനകത്ത് ഒരു 10-500 പീസ് കച്ചി എടുക്കുമ്പോൾ ഒരു 10-15 ഒക്കെ ചെവിടും തലപ്പും ഒക്കെ ഈ ബ്ലാക്ക് കളറിലായിട്ട് കാണും. കളറിലേക്ക് അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. ആ, ഇത് പിന്നെ കച്ചി പഴുത്ത് വരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ കളറിന്. അതിൽ വെള്ളം അത് യൂസ് ചെയ്യുന്നതാണ്. ആ, ആ, ബാക്കിയുള്ള എല്ലാം ഈ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കച്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ശരി. ആ, ആ, ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും ചേർത്താൽ അത് ആ, ആ. നാച്ചുറൽ ഫൈബർ എന്നുള്ള കൺസെപ്റ്റ് ഈ മാറിപ്പോകും. കച്ചിയിൽ ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ പടങ്ങൾക്കൊക്കെ എന്തോരം ലൈഫ് ഉണ്ടാകാറുണ്ട്? ഇത് ലോങ് ലൈഫ് എത്ര വർഷമാണ് സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ ഇരുന്നത്. സൂക്ഷിച്ചു വെച്ചാ. അതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു 10 വർഷത്തിൽ കൂടുതലാവും. അറബ് അക്ഷരം എഴുതിയിട്ടിരിക്കുന്നു. ആ, ആ, ഒരു 10 വർഷത്തിൽ കൂടുതലാവും. ആ, ആ, അപ്പൊ അങ്ങനെ എത്ര വർഷം വരണം കൂടി ഇരുന്നത്. മുമ്പ് ആ, അങ്ങനെയല്ല. ആ, നമ്മള് ബോർഡ് ബൈൻഡിനകത്ത് തുണി ഒട്ടിച്ച് ആ, ആ, അതിനകത്ത് വർക്ക് ചെയ്ത് ആ, അതിന് കണ്ണാടിക്ക് ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിരുന്നാൽ കുറെ കാലം ഇരിക്കും. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് ഗ്ലാസ് ഇടേണ്ട ആവശ്യമില്ല. ആ, ശരി. വിദേശത്ത് കൊണ്ടുപോകുന്നതിന് ഉം. നമ്മൾ ഹാർഡ് ബോർഡ് എടുത്തിട്ട് അതിനകത്ത് സ്പ്രേ പെയിന്റ് ചെയ്യും. Spray paint ചെയ്ത്. ആ, എന്നിട്ട് അതിന്റെ പുറത്ത് വർക്ക് ചെയ്തിട്ട് ഉം. അതിന്റെ പേളി പിന്നെ ഒരു കോട്ടിങ് കൊടുത്തു. അങ്ങനെ ചെയ്തിരിക്കും. ആ, അത് ശരി. ആ, ഇളകി പോത്തൊന്നുമില്ല. കളയത്തില്ല. അതിന് എത്ര വർഷം ഇപ്പൊ പോലും ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതിന് മുമ്പുള്ള ഒരു സമയത്ത് കറുത്ത തുണി വെച്ചിട്ട് അതെ ഇല്ലേ അതെ അതിനകത്ത് വരച്ചിട്ടല്ലേ അതെ അങ്ങനെ അതെ ചെയ്യുന്നത്? ബ്ലാക്ക് തുണിക്ക് അപ്പൊ പറ്റും. അത് തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? അതിപ്പോഴും ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നു. ചെയ്യുന്നു. അതിന് ആവശ്യക്കാരുണ്ട്. ആവശ്യക്കാരുണ്ട്. എങ്കിൽ ഇതാണ് കൂടുതൽ നമ്മള് ഈ പിന്നെ കല്യാണത്തിന്, ആ, പാലുകാച്ചിന്, ആ, ആ, അതുപോലെ സെന്റ് ഓഫ് ഒക്കെ വരുമല്ലേ, ആ, ശരി. നിരവധി ഓർഡർ നമുക്ക് തരാം. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തില് നമ്മുടെ ഈ കടൂർ പ്രദേശത്തൊക്കെ ഇല്ലേ അതെ അതെ. കല്യാണത്തിനൊക്കെ കിറ്റ് ആ കൊടുക്കുന്നത് അതെ. അത് മംഗളാശംസകൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അപ്പൊ കൊടുക്കും. അതിനുള്ള ആവശ്യക്കാർ നമ്മളെ ഇപ്പം പുറത്തുനിന്ന് വരുന്നുണ്ട്. നമ്മളെ വിളിച്ചിട്ട് ഒരു സമയം തരും, 1-2 ആഴ്ച. പിന്നെ ഈ ശരി. ഉം. ആളുകളുടെ ഫോട്ടോ വർക്ക് ചെയ്യുന്ന ആ, അതും വരും. ആ, ആ, ഇപ്പൊ ഞാൻ തന്നെ പിന്നെ മോഹൻലാലും മമ്മൂട്ടി ആ, അവർക്കൊക്കെ ചിത്രം അത് ഓരോരുത്തർ സ്പോൺസർ ചെയ്യിപ്പിച്ച് നമ്മളെ കൂടെ കൊണ്ടുപോയി അദ്ദേഹം കൊണ്ടുപോയി. നേരിട്ട് കൊടുക്കുന്നത്. ആ, അത് ശരി. ആ, അദ്ദേഹം നല്ല പ്രതിഫലം നമുക്ക് തരും. ആ, അത് ശരി. ആ, ആ, അതിന് ആർട്ടും നല്ല മൈൻഡുള്ളവരാണ്. ആ, ആ. ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ കച്ചപ്പടത്തെ പറ്റിയ ഒരു വീഡിയോ നമ്മൾ അഞ്ചാൽമൂട് മീഡിയയിൽ ചെയ്തപ്പോഴും അതിന്റെ അടിയിൽ വന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര എന്താ പറയാ എല്ലാവരുടെ വീടുകളിലും ഇത് ഒരെണ്ണമെങ്കിലും അതെ ഉണ്ടായിരുന്നു അതെ അതെ ഇല്ലേ? അതെ. ഇപ്പൊ അതിൽ നിന്നും കുറെ ശോഷണം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതില് ഈ ഒരു ഫീൽഡിലേക്ക് പുതിയ പുതിയ ആൾക്കാർ എത്തുന്നില്ല എന്നുള്ളതിന്റെ ഒരു പരാതിയുണ്ട്. അതിനെപ്പറ്റി അത് എന്താ പറയാ? ശരിക്കും വന്നല്ലേ നമ്മള് ഇതൊരു വരുമാന മാർഗമായിട്ട് കണ്ടെത്താൻ നല്ല കാര്യം. കാര്യം നമ്മൾ ഓയിൽ പെയിന്റ് ചെയ്യുന്ന ആ സ്ഥാനത്ത് ഉം, ഓയിൽ പെയിന്റിന് പകരം ഉം, പിന്നെ നമ്മൾ നെറ്റിനകത്തും പിന്നെ അല്ലാതെയും പിന്നെ ഈ പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കാം. ഉം, പക്ഷെ നാച്ചുറൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ, അവരെ നമ്മൾ കണ്ടെത്തി കൊടുക്കാന്നുള്ളു. നമ്മളെ കൂടെ നിന്ന് ആളുകൾ നമ്മൾ ഡയറക്റ്റ് വിളിച്ചിട്ട് ഈ ഉം. ചിത്രങ്ങളെല്ലാം അങ്ങനെയാണ്. പിന്നെ മറ്റുള്ള ചിത്രങ്ങൾ വയ്ക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ട്. ആവശ്യക്കാരുണ്ട്. പുതിയ ആ, പുതിയ തലമുറകളും പഠിക്കാനായിട്ട് ഇപ്പം മാത്രമല്ല, ഇപ്പം ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും ഉം, ഇതിന്റെ ഒരു പോർഷൻ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കണം നിർബന്ധമായിട്ട്. ഉം, ഉം. എല്ലാവരും സർവീസും സർക്കാർ സർവീസും നോക്കിയിട്ട് കാര്യം എന്തെങ്കിലും ഒരു സ്കില്ല്. അതിനകത്ത് സ്കില്ലിനകത്ത് നമ്മൾ കമ്പ്യൂട്ടർ പോലുള്ള പല കാര്യങ്ങളും വരും. അതിനകത്ത് ഉം. പുതിയ പുതിയ ഒരുപാട്
കണ്ടെത്തലും കോഴ്സുകളും വന്നുകൊണ്ടിരിക്കുക. അതെ. അപ്പൊ ഞങ്ങള് തന്നെ അവാർഡ് കിട്ടിയ ഞങ്ങളെ തന്നെ വിളിപ്പിച്ചിട്ട് സ്കൂളിലെല്ലാം പോയി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ അതിനകത്ത് താല്പര്യപ്പെട്ട് വരുന്നവര് ഉം. NID പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചു വരുന്നവര് അവരും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ശരി. നമ്മളെ ഈ കരരൂപത്തിലുള്ള വൈക്കോൽ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ ആ തനത് കളർ വെച്ച് രൂപം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഉം. നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തുള്ള നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. കൊണ്ടുനടക്കാൻ ഇപ്പൊ തന്നെ 10-20ഓളം തൊഴിലാളികൾ നമ്മൾ വീട്ടിൽ വെച്ച് റാ മെറ്റീരിയൽ കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് വെച്ച് അവര് ഉപജീവനം നടത്താനുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വൈഫൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അത് ശരി. നമ്മളിപ്പോ ഈ ദേശീയ അവാർഡിനായിട്ട് പോയല്ലോ. അപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വലിയ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബഹുമതിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ദേശീയ തലത്തിലുള്ള അവാർഡ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് ഒക്കെ എന്തായിരുന്നു? നമ്മളെ പുറകിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം തന്നെ ഉണ്ട്. അതിനു വേണ്ടി നമുക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ അവാർഡ് അയക്കുന്നതോടെ പോലെ തന്നെ ഇത് ബാംഗ്ലൂർ പോകുന്നതും അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നതും ഈ നിരന്തരം നമ്മളൊരിക്കൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിൽ അവർ ഇതിനു വേണ്ടി നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുന്നത്. ഞങ്ങളതിന് പ്രോഗ്രാമിൽ അവിടെ ചെന്നപ്പോൾ നേരത്തെ ഒരു ട്രയൽ ഉണ്ട്. ഈ പ്രസിഡന്റ് ചെയ്യുന്ന അവാർഡ് മേടിക്കുന്നതിന് മുമ്പ് പിന്നെ നല്ല മുന്തിയ ഹോട്ടലിൽ ഞങ്ങൾക്ക് റൂം എടുത്ത് തന്ന് ഞാൻ വൈഫായിട്ടാണ് പോയത്. അതിനെല്ലാം നല്ല സഹായങ്ങളാണ്. നമുക്കൊരു വിഷമവുമില്ല. നമ്മൾ ഫ്ലൈറ്റ് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാനും താമസിപ്പിക്കാനും ഭക്ഷണം തരാനും. ഇത് കഴിഞ്ഞ് അവാർഡ് വാങ്ങിച്ചതിന് ശേഷവും ഒരു നമുക്കൊരു ഡിന്നർ അറേഞ്ച്മെന്റ് ചെയ്ത് മിനിസ്റ്റർ ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയാണ് എന്റെ മിനിസ്റ്റർ. ആ മിനിസ്റ്റർ വന്ന് നേരിട്ട് നമ്മളോട്ട് സംവദിക്കുകയും നിങ്ങൾ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും നിങ്ങൾ പിന്നെ ഇത് അവാർഡ് മേടിച്ചതോടുകൂടി നിർത്തരുത്, നിങ്ങൾ ഇതുകൊണ്ട് പലർക്കും ഉപജീവന മാർഗം കണ്ടെത്തക്ക വിധത്തിൽ നിങ്ങൾ സഹായിച്ചു കൊടുക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കും. 3000 രൂപ കിടന്ന പെൻഷൻ അത് പിന്നെ വളരെ പെട്ടെന്നാണ് ഒരു 8,000 രൂപ വരെ ആക്കിയത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ തരും. പിന്നെ ഫസ്റ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയും മറ്റ് കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ശേഷം വേറൊരു അവാർഡ് മാത്രമല്ല, ഇത് കൃത്യമായിട്ട് എല്ലാ വർഷവും ഇപ്പൊ തന്നെ ഈ വർഷത്തെ ക്ഷണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആർട്ടിസാൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. മാത്രമല്ല ഇത് വിദേശ നാണ്യം നേടിത്തക്കതിനകത്തുള്ള ഇതിനകത്ത് ഇത് കച്ചവടത്തിന്റെ ഇതും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ പറയുന്നെങ്കിലും വിദേശത്തോട്ട് പോകുന്നുണ്ട്. ശരി, കൈരളി തുണി പോലുള്ള സാധനങ്ങൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതും ടോട്ടൽ കണക്ക് വരുമ്പോൾ ഇതൊരു എക്സ്പോർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് വരും. അതിന്റെ ഇതും കൂടെ വരും, കൂടെ വരും. അതിന്റെ കരകൗശലം കച്ചവടം മാത്രമല്ല, ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ. ലോകത്ത് തന്നെ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന കലാരൂപം എന്ന് പറയുന്നത് ഈ മൺപാത്ര നിർമ്മാണം. ആ മൺപാത്ര നിർമ്മാണത്തിന് ക്ലേ അതിനകത്ത് തന്നെ ഒരു അവാർഡ് ഇപ്പം എറണാകുളത്ത് കക്ഷി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കലാരൂപങ്ങളെല്ലാം വരുന്നത്. അപ്പം അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ അതെ, ഒരു വളരെ വലിയൊരു അനുഭവം അത്. ശരി, നമ്മുടെ ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇപ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ അടുത്ത തലമുറയ്ക്ക് എന്ന് പറയുമ്പോഴേ നമ്മൾ എല്ലാവരും ഈ ഓരോരുത്തർക്കും കഴിവുണ്ട്. ആ കഴിവിനനുസരിച്ച് ഏതെന്നുള്ളതിന്റെ ഇല്ല. ഇപ്പൊ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഡോക്ടർ ആകാനൊക്കത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇപ്പൊ തന്നെ നമ്മൾ വയസ്സ് ഇത്രയും 64 വയസ്സായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ഇപ്പോഴും രംഗത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സർക്കാർ ജീവനക്കാരാണെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ അവര് രക്ഷപ്പെടാൻ മുടക്കി പോകും. അതുപോലെ തന്നെ ഈ തടിക്കാത്ത രൂപങ്ങൾ ഉണ്ടാക്കുന്നവരല്ല ഞങ്ങൾ ഓരോ മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ സാമ്പത്തികത്തിന് ഉപരി നമുക്കൊരു സന്തോഷം കിട്ടും ലൈഫില്. നമ്മൾ ടെൻഷൻ അടിച്ച് ഈ ഒത്തിരി ഉണ്ടായി ജീവിച്ചുകൊണ്ട് കഥയില്ല. സന്തോഷകരമായിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും. സന്തോഷകരമായിട്ട് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കഴിയാനായിട്ട് ഒരു പ്രചോദനം കിട്ടുന്ന ഒരു ആർട്ടായത്. അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. ഒരു നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാം ശ്രദ്ധിക്കും. ഇത് നമുക്ക് എക്സിബിഷൻ ചെല്ലുമ്പോഴേ ഇത് കച്ചിപ്പുഴ നാഷണൽ അവാർഡ് കിട്ടിയ പ്രോഡക്റ്റാണ്. നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രത്യേകം. പിന്നെന്ന് പറയുമ്പോൾ ഇത് വെയിറ്റ് കുറവില്ല. വലിയ മറ്റേ ആനയുടെ തടിയുടെ ഒക്കെ വെച്ച് നമുക്ക് വെയിറ്റ് കുറവാണ്. വിദേശത്തോട്ട് കൊണ്ടുപോകാനൊക്കെ നല്ല അങ്ങനെയുള്ള കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഈ 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു മൂല്യം കൂടാതെ നിങ്ങൾ അവാർഡിന് വേണ്ടി ഒരു ചിത്രങ്ങൾ ചെയ്യണം. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാത്രമല്ല, ഒരാൾക്ക് ഒരു പ്രാവശ്യം അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ വയ്ക്കാൻ പറ്റില്ല. അയാൾക്ക് പെൻഷനും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ അടുത്ത ആൾക്ക് അവസരം വരും. അപ്പൊ അടുത്ത ആള് അപ്പം ഈ ആകപ്പാട് കുറെ ആൾക്കാരെ ഉള്ളു നല്ല ആർട്ടിസ്റ്റുകൾ. അവർക്ക് ശ്രമിച്ചാൽ ഈ ഓരോ വർഷങ്ങൾ കഴിയും തോറും ശ്രമിച്ചോണ്ടേ ഇരിക്കണം. അവാർഡുകൾ കിട്ടുമ്പോ ഒരു ലൈഫിന് ഏറ്റവും നല്ലൊരു. ഇത് നമ്മള് ഫസ്റ്റ് ടൈം തന്നെ ചെയ്തതാണോ അത് ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് അങ്ങനെയൊന്നുമില്ല? എനിക്ക് നേരത്തെ
ഈ നേരത്തെ അവാർഡ് വയ്ക്കാനുള്ള സമയങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ഓഫീസുണ്ട് തിരുവനന്തപുരം. ഉം. അവരാണ് ശരിക്കും നമ്മൾ ഈ ട്രൈ ചെയ്ത് Try ഇത് ചെയ്ത്. ശ്രീരാമൂർത്തി അവാർഡ് വയ്ക്കണം, കിട്ടും ശരിക്കും. ഉം, ഉം, ഉം. അങ്ങനെ നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചത്. ഇപ്പൊ ഇനി ഇതിന്റെ നിർമ്മാണ രീതിയിലോട്ട് വരാം. നേരത്തെ പറഞ്ഞു ആ കച്ചിയുടെ കളർ അനുസരിച്ച് നമ്മൾ ചെയ്തായിരുന്നു അതെ എന്നുള്ളത്. അതെ. ഇനി ആ നിർമ്മാണ രീതിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ഈ വരുത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് പിന്നെ വൈക്കോൽ എന്ന് പറയുമ്പോൾ ചീപ്പാ സാധനം. ഉം. പക്ഷെ ഇത് നമ്മള് സീസണിൽ ഇപ്പൊ ഈ മാസം മകരം, കുംഭം, മീനം ഈ 3 മാസം ഇത് കൊയ്ത്ത് സമയമാണ്. ഉം. വലിയ കച്ചി. ഈ നമ്മളിപ്പോ ഈ പശുവിനെ കൊടുക്കാൻ മേടിക്കുന്ന കച്ചിക്കൊന്നും ഇതില്ല, മാമ്പഴം. അത് നാളമില്ല. ആള് നമുക്ക് നാളം ഉണ്ടെങ്കിൽ ജോലി നടക്കത്തുള്ളൂ. ഉം, ഉം. കാരണം ഇത് ചെയ്യുന്നവർക്ക് നമുക്കൊരു ലേബർ കൊടുക്കണം, ആ. അത് ഒട്ടിക്കുന്നവർക്ക് കൊടുക്കണം. ഇവർക്കെല്ലാം പ്രയോജനം വരണമെങ്കിൽ, ലേബർ കൂടുതൽ കിട്ടണമെങ്കിൽ വൈക്കോലിന് ഇച്ചിരി നീളം വേണം. ആ. നല്ല ദൃഢമായിട്ടുള്ള വൈക്കോൽ, അത് നോക്കിപ്പോയി വേണം എടുക്കാൻ. ആ. പിന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് പിന്നെ മെഷീനകത്ത് കൊയ്യുക, നമ്മുടെ നാളമല്ല അതിനകത്തും പോകും. ആ, ആ, ആ. പിന്നെ നമ്മൾ ഈ കൊയ്യുന്ന ഭാഗത്ത് പോയി അതിന്റെ മുതലാളിയെ കണ്ടിട്ട് ആ. തൊഴിലാളികൾ വെച്ച് കൈകൊണ്ട് കൊയ്ത്തി അവർക്ക് കൃത്യം പൈസ കൊടുത്ത് കൊണ്ടുവന്ന് ആ. വീട്ടുകളിൽ കൊടുത്ത് നാളെ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ആ, അത് ആ. ചെയ്യിക്കൊണ്ടാണ് ചെയ്യുന്നത്. ആ, ശരി. ആ, ആ. പിന്നെ ഇപ്പൊ ഈ തൊഴിലുറപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഉം. ഒരു 200-300 ചില രൂപ അങ്ങോട്ട് തൊഴിലുറപ്പിനുണ്ട്. പിന്നെ ഉം. കടകളിൽ പോയി നിൽക്കുന്ന പരിപാടി ഇപ്പം കുറഞ്ഞു, ഉം. ജോലികളും മറ്റു കടകളിലും ഒക്കെ. ഉം. അപ്പൊ പഴയ നേരത്തെ നമ്മൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ള പിള്ളേരുണ്ട്, ഉം. അവര് തന്നെ വീട്ടിൽ ഇരുന്ന് ഉം. എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ സമീപിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ കഴിയുന്ന രീതിയിലുള്ള വർക്ക് കൊടുക്കുന്നുണ്ട്. ഉം. അവർ ചെയ്തുകൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ എവിടെങ്കിലുമൊക്കെ കൊടുത്ത് പൈസ വഴിച്ച് കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് പ്രശ്നമൊന്നുമില്ല. ചെയ്യുന്നുണ്ട്. ആ, ആ. പിന്നെ ഈ മുമ്പ് ഒക്കെ പറഞ്ഞല്ലോ കറുത്ത തുണിക്കകത്ത് ബോർഡിട്ട് ചെയ്തോണ്ടിരുന്നത്. ഉം. അപ്പൊ അതിനെ മാറി ഇപ്പൊ ഈ ഹാർഡ് ബോർഡിനകത്ത് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ മാർക്കറ്റ് ഉണ്ട്. ഉം, ഉം. ഇപ്പം വിദേശത്തോട്ട് അയക്കുന്നതിന് ഉം. ചില്ലൊന്നും ഇടണ്ട. ഉം, ഉം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഉം. അത് ഞാനും അവര് പറയുന്ന വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാം. കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗമ്മിന്റെ കാര്യം അത് ഈ എന്താണ് അതിന്റെ ഗമ്മും നേരത്തെ നമ്മൾ കൊല്ലം മാർക്കറ്റിൽ കിട്ടുമായിരുന്നു. ആ. ഇപ്പം ബൾക്കായിട്ട് വേണ്ടാത്തതുകൊണ്ട് കൊല്ലം മാർക്കറ്റിൽ കിട്ടുന്നില്ല. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആ കടകളിൽ ഇത് മരുന്നിന് ഉപയോഗിക്കുന്ന സാധനമല്ല. ആ. നമ്മുടെ ഈ പിന്നെ മെഡിസിനകത്തൊക്കെ ഉപയോഗിക്കും. ഉം. ഈ നടുവേദനയ്ക്കൊക്കെ ലേഹ്യം ഉണ്ടാക്കുന്നതിനൊക്കെ ചെയ്യുന്നുണ്ട്. ഉം, ഉം. പിന്നെ ഇത് നല്ല വിലയുള്ള സാധനമാണ്. മീഡിയം കുറഞ്ഞ ക്വാളിറ്റി, ഈ കുറഞ്ഞ ക്വാളിറ്റി നമ്മൾ വാങ്ങിക്കുന്നത് മീഡിയം ക്വാളിറ്റിയാണ് വാങ്ങിക്കുന്നത്. ഉം, ഉം. അത് നമ്മൾ മധുരയിൽ പോയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അത് ശരി. ആ. ഡ്രൈ ഫ്രൂട്ട്സ് കട ഇവിടെയൊക്കെ ചിലയിടത്തൊക്കെ കിട്ടും. അത് ഒരു 100 ഗ്രാമിന് തന്നെ 400-500 രൂപയാകും. ആ. നമുക്ക് 1 കിലോയ്ക്ക് ഒരു 500 രൂപയ്ക്കകത്ത് കിട്ടണമെങ്കിൽ നമുക്ക് മുതലാക്കി എടുക്കാൻ പറ്റും. അതെ, അതെ. അതിന് മധുരം കിട്ടും. അവിടെ പോയി കളക്ട് ചെയ്യും. ബ്ലേഡൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യും. ബ്ലേഡ് നമ്മൾ ഷേവിങ്ങിന് ഉപയോഗിക്കുന്നതല്ല, ആ. ഈ ഒടിയുന്ന സൈസ് ബ്ലേഡ് ഉണ്ട്. നമ്മൾ പണ്ട് സ്റ്റുഡിയോക്കാരൊക്കെ ഉപയോഗിക്കും, സ്റ്റുഡിയോ. ആ, ഓടിക്കുന്ന ഒടിയാണ്. ആ, ആ. അങ്ങനെയുള്ളെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഫിഗറൊക്കെ വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ കളക്ട് ചെയ്ത് തന്നെ കൊടുക്കുന്നത്. ഇപ്പം പിന്നെ എങ്ങനെയായാലും ഒരു 10-100 തൊഴിലാളി ഇപ്പൊ ഈ മേഖല വർക്ക് ചെയ്യുന്നുണ്ട്. ആ, ആ, ആ. ഇപ്പൊ ഈ കച്ചിപ്പടം അല്ലാതെ തന്നെ വേറെ എന്തൊക്കെയാണ് ഡിസൈൻ പരിപാടി? ഇടയ്ക്ക് ഒരു ആലിലയുടെ ഒക്കെ എന്തോ സംഭവം. ആലിലയ്ക്കകത്ത് ഇപ്പം മക്കൾ രണ്ടുപേരും ഇത് വരയ്ക്കും. ആ, ആലിലയ്ക്കകത്ത് അത് ശരി. ഒരു ആക്രിലിക് കളർ ആ, ആ. അത് ഉപയോഗിച്ചുകൊണ്ട് വരച്ചെടുക്കാൻ നമ്മൾ സീസണിലൊക്കെ പോകും. സീസൺ. നമ്മൾ ഈ വിദേശത്തു നിന്നൊക്കെ വരുന്ന കഴിഞ്ഞാൽ ആ, അവർക്ക് ആലിലയ്ക്കകത്ത് പെയിന്റിങ്, വിശേഷിച്ച് ബുദ്ധിന്റെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. ആ, ആ. ശരിക്കും അത് വാങ്ങിച്ചുകൊണ്ട് പോകും. അത് ശരി. അങ്ങനെ അത് കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് ഇതൊരു സാമ്പത്തിക മേഖല തന്നെയാണ്. മേഖലയാണ് തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഒരു നമ്മള് കാര്യമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ശ്രദ്ധാപൂർവം ഒരു വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരുന്നു. ഉം. എല്ലാ കരകൗശല മേഖല എന്ന് പറഞ്ഞാൽ ഉം. അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഒന്നും പറ്റത്തില്ല. അത് നമ്മൾ പറ്റത്തില്ല. സമാധാനം ക്ഷമ ചെയ്യണം. എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു സംതൃപ്തി ഉണ്ട് ഒരു വർക്ക് തീരുമ്പോൾ. അതെ. ആ, ആ രീതിയിലോട്ട് വരണം. ആ, ആ. ഇതില് നമ്മളെ ഒരു പടം വരയ്ക്കുന്നതിന്റെ അതിന്റെ ആ ഒരു ആക്യുറസി തന്നെ ഇതിന് വേണം. കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ തീർച്ചയായിട്ടും. വെട്ടി അതെ അതെ ചെയ്തെടുക്കുമ്പോ അതെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ ഫിഗർ അതെ. തന്നെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ അത്രയും വലിയ ചിത്രകാരനൊന്നും ഇല്ല. ആ, ആ. പിന്നെ പരമ്പരാഗതമായിട്ട് തന്നെ ഞാൻ അന്ന് ഈ ഒരു ആഗ്രഹം തോന്നിപ്പോയി പഠിച്ചാൽ. പിന്നെ മാധവ ഡ്രായിങ് പെയിന്റിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഉം. കൊല്ലത്തൊരു ഉണ്ടായിരുന്നു. അവിടെ ഒരു വർഷം പോയി. ആ, അപ്പൊ അതിനകത്ത് കുറച്ച് വരപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നമ്മൾ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനത്തിൽ നിന്നൊക്കെ ഉം. പഠിച്ചു വരുന്നവർക്കാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാൻ പറ്റും. ആ, ശരി, ശരി. നമ്മളൊരു ചിത്രം നോക്കി അതിന്റെ ഷെയ്ഡ് നോക്കിയാ ചെയ്യുന്നത്. മറ്റവർക്ക് അവർ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചെയ്യാം. അതെ, അതെ. അതായത് ഇപ്പൊ നമ്മളൊരു ഫിഗർ എടുക്കുമ്പോ ലൈറ്റ് ഷെയ്ഡിംഗ് ആണ്, അതെ അല്ലേ? ലൈറ്റ് ഡാർക്ക് ഒരു ഷെയ്ഡ് സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുമ്പോ അത് വേറെ ഷെയ്ഡ് വരും. ആയിരിക്കും. അപ്പൊ അത് കറക്റ്റ് കളർ ഗ്രേഡിങ് അവർക്കേതായിട്ട് കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റും. ചെയ്യാൻ ഏതൊരു ചിത്രവും അങ്ങനെയാണ്. ആ. അവധി ലക്ഷ്മി സരസ്വതി ആ, റൈസിന്റെ ഒക്കെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർ പണ്ട് പോലെ വരയ്ക്കുന്നതല്ലേ. വരയ്ക്കുന്ന. നമ്മളെ ആ കഴിവനുസരിച്ച് നിറങ്ങളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ പുതുമ. ആ, ആ. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ നാഷണൽ ലെവൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്ത പുതിയൊരു മേഖല, പുതിയൊരു അവാർഡിന്റെ അതെ അതെ. ഇനി അത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ഗുരുശ്രേഷ്ഠ അവാർഡും ഗുരുശ്രേഷ്ഠ അവാർഡ്. ആ, ഓക്കെ. അപ്പൊ ആ അവാർഡിന് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങിയോ? ഇല്ല, എന്താണ് ഇപ്പൊ ഈ വർഷം ഞാൻ തുടങ്ങിയില്ല. തുടങ്ങിയത്? അടുത്ത വർഷത്തോട്ട് വെക്കണം വെക്കണം. എന്ന് ആഗ്രഹമുണ്ട്. അത് ശരി. അപ്പൊ എന്തായാലും
ഞങ്ങളുടെ അഞ്ചാലുമൂട് മീഡിയയിലൂടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതില് അതെ അതെ പരിചയപ്പെടുത്തുന്നത്. അതെ അതെ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഇങ്ങനെ ഇല്ല, അന്വേഷണം നടന്നു. അഞ്ചാലുമൂട് മീഡിയ ശരിക്കും ഈ ആളുകളെ ഉയർത്താൻ വേണ്ടി, അതൊക്കെ പ്രോത്സാഹനം ചെയ്യാൻ വേണ്ടി പല പരിപാടി നടത്തുന്നുണ്ട്. ഉം. അപ്പോൾ അവര് തുടർന്നും ഈ ഒരു സേവനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഓക്കെ ഇനി ഓക്കെ. അടുത്ത ഗുരുശ്രേഷ്ഠ അവാർഡിന് അതെ വേണ്ടിയുള്ള അതെ അതെ. തീരുമാനങ്ങളൊക്കെ ഉടൻ അല്ല, തന്നെ. ഇപ്പൊ ഈ വാർത്ത കണ്ടാൽ തന്നെയും ആ, തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ട്. തീർച്ചയായും. വന്നിട്ടുണ്ട്, ആ, ആ, വരാൻ സാധ്യതയുണ്ട്. ആ, കാര്യം ആ. ഇത് ആരെല്ലാം കാണുന്നതാണ്. അതെ അപ്പൊ അതെ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് പ്രയോജനം ഉണ്ടാവും. അതെ. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും. ഞാനൊരു അവാർഡ് പോലാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. അതെ 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 ഇങ്ങനെയുള്ള കോംപ്ലിമെന്റുകളാണ് ഞാൻ അതെ അതെ എനർജി അതെ കൂടി. അതെ. ഇത്രയും സമയം കണ്ടെത്തി. അതെ, നമ്മള് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ. നമ്മളെ യാതൊരു പ്രതിഫലവും ഇല്ല, എങ്കിൽ ആ, പോലും ഒരു അതെ പൊതുനന്മ കണക്കാക്കി. അതെ. ഉം. വളരെ സന്തോഷം. സന്തോഷം. അപ്പൊ എന്തായാലും നമ്മള് ഈ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ ഇവിടെ ഉണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവസുറ്റ അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ നേരിട്ട് കാണാൻ കഴിഞ്ഞു. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ബന്ധപ്പെടാം. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർഡറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി ഒന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.